Section A, question number 19. Assertion A. 4 raised to n ends with the digit 0 for some natural numbers n. Reason R. For a number x having 2 and 5 as its prime factors, x raised to n always ends with the digit 0 for every natural number n. We know that if any number ends with 0, it must be divisible by 5. നമുക്ക് വേറെ എക്സാമ്പിൾ 10 അത് എൻസ് വിത്ത് 0. ഓക്കെ, അസേഷൻ തന്നിരിക്കുന്നത് 4 എൻസ് വിത്ത് ഡിജിറ്റ് 0 ആണെന്ന് ചെക്ക് ചെയ്യണം. ഇഫ് 4 എൻസ് വിത്ത് ഡിജിറ്റ് 0, ദെൻ ഇതിൽ ഒരു 5 പ്രൈം ഫാക്ടർ ആയിരിക്കണം. നമുക്ക് ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 4n ഈസ് ഈക്വൽ ടു നമുക്ക് 2 × 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2n × 2n. ഇതിൽ 5 പ്രൈം ഫാക്ടറായിട്ട് വരുന്നില്ല. സോ 4n നെവർ എൻഡ്സ് വിത്ത് ഡിജിറ്റ് 0. സിൻസ് 4n ഡസ് നോട്ട് ഹാവ് prime factor 5, it cannot 0. Therefore, assertion is false. Assertion false ആണ്. x raised to n ends with digits 0. ട്രൂ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. എക്സിൻ്റെ പ്രൈം ഫാക്ടർ എക്സ് ഈസ് ഈക്വൽ ടു പ്രൈം ഫാക്ടർ 2 × 5 ആണ് പ്രൈം ഫാക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർ എനി നമ്പർ എൻസ് വിത്ത് 0 ഇറ്റ് മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 5. എക്സിൽ 5 ഒരു പ്രൈം ഫാക്ടറാണ്. സോ എക്സ് മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 5. ദർഫോർ എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു 2 × 5 റേസ് ടു എൻ എഴുതാം. ദാറ്റ് ഈസ് 2 റേസ് ടു എൻ × 5 റേസ് ടു എൻ. We know that, as stated above, for any number ends with 0, it must be divisible by 5. Here x contains prime factor as 5. So the number will be divisible by 5. That means the digit ends with 0. Hence, x raised to n also have prime factor 5. So the number will be ends with digit 0. Thus, reason R is true. So our option is assertion is false, but reason is true. So option D.